Welcome to Telling Tales by ഹലോ വെൽക്കം ടു അനദർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്, ഒരു വൺ ഡേ ട്രിപ്പാണ്. വാഗമണ്ണാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം പുലർച്ചെ 4 മണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വണ്ടി വന്നു, ഞാൻ കയറി കിടന്നുറങ്ങി. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടാണ് കണ്ണ് തുറന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്പോട്ട് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. ഫാമിലി ആയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ചെറിയ യാത്രകളൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലേക്കുള്ളതും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നമ്മളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഫുഡിൻ്റെ എക്സ്പെൻസ് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്പോട്ട്. ഇത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രീ ആയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല നേരത്തെ വന്നുകൊണ്ട് അത്രയ്ക്കധികം തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം റിലാക്സിങ് ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഐസ്ക്രീം ഷോപ്പുകളും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. 360 ഡിഗ്രി സൈക്കിൾ, ഹ്യൂമൻ ഗേവ്, സിപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സ്കൈ സൈക്ലിംഗ്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള വെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് വാഗമണിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ കൊണ്ടൊക്കെ ആയിട്ടുള്ളൂ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട്. 1 ഇയറിന് മേലെയും തോന്നുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നുള്ളത് വയനാട് 9,000 കണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ 9,000 കണ്ടി പോയി എന്ന് വെച്ചെങ്കിലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയില്ല, പകരം ട്രക്കിംഗ് ആണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എടുത്തത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നുള്ളത്. ഒരാൾക്ക് 250 വെച്ചിട്ടായിരുന്നു. ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒന്നിനും ടിക്കറ്റ് ചാർജ് വരുന്നില്ല. പക്ഷേ പലതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ വെയിറ്റ്, അതൊക്കെ ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. 10 വയസ്സ് 15 വയസ്സിന് മേലുള്ള കുട്ടികൾക്കൊക്കെയാണ് പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്ര വെയിറ്റ് കൂടുതലാണെന്ന് വെച്ചെങ്കിൽ അതും പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുക എന്നുള്ളത്. നമ്മൾ ഫാമിലി മൊത്തം എടുത്തു. അപ്പോൾ ഇത് അവിടെ ഉള്ള ഒരു ബിൽഡിംഗ് പോലൊരു സംഭവം കെട്ടിയുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിൽഡിംഗ് അല്ല, അത് നമുക്കിങ്ങനെ കയറി കാണാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പല ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കാണാം. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരാൾ ഈ സ്കൈ സൈക്ലിംഗ് ചെയ്തിട്ട് വരുന്നതാണത്. അത് ഡെമോ കാണിക്കുന്നതായിരുന്നു തോന്നുന്നു. കാരണം ഞങ്ങൾ പോയ സമയത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് പല ആക്ടിവിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് അവർ പല ആക്ടിവിറ്റീസും അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് ചെന്ന വഴിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം തന്നിട്ടുണ്ടാകും. അറ്റ് എ ടൈം 20 പേർക്കാണ്ടാണ് കയറാൻ പറ്റുള്ളൂ. അതും ഇതേപോലെ തന്നെ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ കൂടെ എൻട്രി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അപ്പുറത്ത് കൂടെ. അപ്പോൾ ഓരോ ടൈം ആകുമ്പോൾ ഓരോ ഗ്രൂപ്പിനെ വിളിക്കും. അപ്പോൾ അവിടെ ഒരാൾ നമുക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തരാൻ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന 11:05 ഏകദേശം ആ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ ടൈം ആകുമ്പോൾ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ 3500 ആയി. അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ ടൈമായി. അപ്പോൾ അറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ തിരിച്ചു വരുന്നതിനനുസരിച്ചാണ് നമ്മളങ്ങോട്ട് വിടുക. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം നടക്കാനെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അറ്റത്ത് നിന്നാലും കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെടുത്ത് കൈ പിടിക്കരുത് എന്നൊക്കെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുലുങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നൈസായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതേ ഒരാളിവിടെ പേടിച്ച് നിൽക്കുക. ചേച്ചിക്ക് പെട്ടെന്ന് കയറിയപ്പോൾ നല്ല പേടി. ചിലവർക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ആകൊരു എന്തോ പോലെ തോന്നിയിരുന്നു. കാരണം താഴെ നല്ലൊരു കൊക്ക പോലെയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ നെക്സ്റ്റ് ആക്ടിവിറ്റിക്ക് പോവുകയാണ്. അടുത്തത് നമുക്ക് ജയൻറ്റ് സ്വിങ് ആണ്. അതായത് വലിയ
ഊഞ്ഞാലാടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത്തിരി ഒരു വൊമിറ്റിംഗ് ഉള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമ്മളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾ കപ്പിൾ പാക്കേജ് എടുത്താണ്. ഞാൻ ആഷിയും കപ്പിൾ പാക്കേജ് എടുത്തു. 2 ആക്ടിവിറ്റി അതിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ജൈൻറ്റ് സ്വിങ്ങും പിന്നെ ഒന്ന് സ്കൈ സൈക്ലിങ്ങും. ഇപ്പോൾ രണ്ടും കൂടിയിട്ട് 1000 രൂപയാണ് വന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഡ്രോൺ വെച്ചിട്ട് ഈ ഒരു ഇത് അവർ, അതായത് നമ്മുടെ ഈ ജൈൻറ്റ് സ്വിങ് ചെയ്യണത് അവർ വീഡിയോ എടുത്ത് തരും. അതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. അതിന് 300 രൂപയാണ്. അപ്പോൾ ഇതൊരു എത്ര മൊബൈലിലെടുത്താലും മതി. പക്ഷേ ഈ ഡ്രോണിലെടുക്കുന്നത് എത്രയും രസമല്ലേ, നമുക്ക് ഫുൾ വ്യൂവിലിങ്ങനെ കിട്ടുമല്ലോ നല്ല ഹൈറ്റിൽ നിന്ന്. അപ്പോൾ അതൊരു മെമ്മറി അല്ലേ. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഡ്രോൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു ഫുൾ സെക്യൂർ ചെയ്ത് വെച്ച് ഇത് ഏറ്റവും മുകളിൽ കൊണ്ടുവയ്ക്കുന്നത് ഡ്രോൺ വന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്രോണിലുള്ള വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അയ്യോ, അത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. മറ്റുള്ളവർ കിടന്ന് ഓടിയിരുന്ന് കാണുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഈ സാധനം ഏറ്റവും മുകളിൽ അവർ കൊണ്ടുവച്ചിട്ട് ഒറ്റ വിടലാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഞെട്ടൽ. പക്ഷെ എന്തോ എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പലരും എൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കണ്ണടച്ചിരിക്കുക ചെയ്യണേ. കണ്ണടച്ച കാര്യമില്ല, നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ആ ഒരു വ്യൂ ആണ്. അത് നമുക്ക് കിട്ടില്ല. പക്ഷേ ഞാൻ കണ്ണടച്ചൊന്നുമില്ല. എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയില്ല. പെട്ടെന്ന് ഇടുമ്പോൾ ഒരു തോന്നുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞാണ്ട് നോർമലാവും. സാധാരണ നമ്മൾ ഊഞ്ഞാലാടുന്ന പോലെ കുറച്ച് വലിയൊരു ഊഞ്ഞാലാടുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടനും ചേച്ചിയും കയറി. ചേച്ചിക്ക് നല്ല ടെൻഷനും നല്ല പേടിയുണ്ടായിരുന്നു. ആൾ പ്രതീക്ഷിച്ചതിനാട്ടി അപ്പുറമായിപ്പോയത്. അവർക്കും ഇതാ ഡ്രോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ചേച്ചിക്കാണ്ട് അത്ര സെറ്റായില്ല സംഭവം. ആൾ പിന്നെ അതിന് ശേഷം അതിൻ്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു കുറേ നേരം. പിന്നെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴും ആ ഹാങ് ഓവർ മാറി ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് സ്കൈ സൈക്ലിങ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി പോവാണ്. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് കഴിഞ്ഞു അടുത്തതിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സംഭവത്തിൻ്റെ മുകളിൽ കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെയാണ് വേറെയും ചില ആക്ടിവിറ്റീസിനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ മുകളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലായിരുന്നു ഈ സ്കൈ സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ചെറിയൊരു സിപ്പ് ലൈൻ അല്ല, ഇങ്ങനെ ഒരു കയറുമ്പോൾ കൂടെ പോകുന്നു, സൈക്കിൾ ചവിട്ടി പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുൾ അവർ സെക്യൂർ ചെയ്ത് തരും. സൈക്കിൾ ഓൾറെഡി ബാലൻസ്ഡ് ആയിരിക്കും. അവർ നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പെഡൽ ചവിട്ടിക്കൊണ്ടിരുന്നാൽ മതി. സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളവിടെ നിൽക്കും, അത്രയേ ഉള്ളൂ. ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മുകളിൽ ഇങ്ങനെ നമ്മൾക്ക് അവർ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു കയറുണ്ട്. അതിൽ നിന്ന് പിടിച്ച് വലിക്കരുതെന്ന് അങ്ങനെ വലിക്കാനോ ഒന്നും പറയുന്നുണ്ട്. കൈ വിട്ടുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കൈ വിട്ടിട്ടൊക്കെ നമുക്ക് ചവിട്ടാമെന്ന് പറയുന്നുണ്ട്. ഇതാ അപ്പോൾ ആഷി ഓൾറെഡി പോയി. അപ്പോൾ ഇതിനും നമ്മൾ ഡ്രോൺ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കപ്പിളായിട്ടുള്ളത് കൊണ്ട് അവൻ ആദ്യം പോയി. അതിന് ശേഷം ഞാൻ വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാലാണ് നമുക്ക് ഒരുമിച്ച് തിരിച്ച് വരാനാണ്. ആ സമയത്ത് വീഡിയോ ചെയ്യാനായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കഴിയുന്നതിനനുസരിച്ചാണ്. ഇതിപ്പോൾ ശരിക്കും ഓരോരുത്തർ പോയി ഒരു സൈക്കിൾ തിരിച്ച് വന്നാൽ അടുത്ത ആളെ വിടും. ഇത് നമ്മൾ ഒരുമിച്ചായതുകൊണ്ട് മാത്രം കുറച്ച് സമയം നമുക്ക് തരും. കാരണം നമുക്ക് ആ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഡ്രോൺ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ വരുന്നു ഡ്രോൺ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ആ ജൈൻറ്റ് സ്വിങ്ങിനേക്കാൾ കുറച്ച് പേടി ചെയ്തത് ശരിക്കും അതിനേക്കാൾ ഈസി ഇതായിരുന്നു. പക്ഷേ എനിക്കെന്തോ കൈവിടാൻ എനിക്ക് ഒട്ടും പറ്റിയില്ല. ആശയൊക്കെ നൈസായിട്ട് കൈവിട്ടു. പക്ഷേ എനിക്ക് ഒട്ടും കൈവിടാൻ എന്തോ എനിക്കൊരു പേടി തോന്നിയത്. ചേട്ടൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ മാമൻ്റെ മോളാണ്. അവളും കയറി. അവൾക്ക് കുഴപ്പമില്ലായിരുന്നു. 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ പശുക്കളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ അളിഞ്ഞു തിരിഞ്ഞിട്ട്. അതാണ് ഒരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അഴിച്ചുവിട്ട പോലെ അങ്ങനെ കുറേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ഒരു സംഭവം തോന്നി. പിന്നെ അത് അവിടെ ഇങ്ങനെ ഫുഡ് കോർട്ടും അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ കണ്ടൊരു മിഠായിയാണത്, കണ്ണുമിഠായി. കണ്ടപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ അതങ്ങനെ മസാജ് ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഫുഡ് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്കും ഒരു 12-1 മണിക്ക് ആയപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. എല്ലാം വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്ന ഒരു
കോമൺ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, പേ ആൻഡ് പാർക്ക്. പേ ചെയ്തിട്ട് പാർക്ക്. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു മൂലയ്ക്ക് വണ്ടികളുടെയൊക്കെ ഇടയിൽ വലിയ വെയിലില്ലാത്തൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചോറും സാമ്പാറും ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തമാശ പരിപാടികളൊക്കെ ഉണ്ടായത്. അവിടെ ഒരു പശു നിൽക്കുന്നുണ്ടോ, ഒരു 2-3 പശുക്കളുടെ ഒരു ഗ്യാങ് തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആർക്കും. ഫുഡ് കണ്ടിട്ട് ഇങ്ങനെ വരുന്നതാണ്, ഇതിങ്ങനെ അലഞ്ഞ് തിരിച്ച് നടക്കുന്നതായ കാരണം ഫുഡിൻ്റെ സ്മെല്ല് കിട്ടുമ്പോൾ വരുന്നതാണ്. എന്തായാലും ആർക്കും വലിയ അപകടമൊന്നും പറ്റിയില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണിത്. അത് ആ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെ ഉണ്ട് പോണ വഴിക്ക്. ഇങ്ങനെ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഷോപ്പുകളായിട്ട് നമ്മളിതുപോലെ തന്നെ മറ്റേ മൂന്നാറും വയനാടൊക്കെ പോയി കാണാൻ പറ്റുന്ന പോലെ, അതിരപ്പള്ളിയിൽ പോയാലും കാണാം ഇതുപോലെ ഒരു സൈഡ് ഫുൾ ഷോപ്പിംഗ് ഏരിയ ആയിട്ട്. അപ്പോൾ അതിനുള്ളൊരു അറേഞ്ച്മെൻറ്റ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈൻ ഫോറസ്റ്റ് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ അവിടേക്കും ടിക്കറ്റ് ഉണ്ട്, എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ട്. 10-15 അത്രയൊക്കെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു 25 രൂപ അങ്ങനെയൊക്കെ പല സ്ഥലത്തും. അവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്ന പരിപാടിയുണ്ട്, ഫോട്ടോസ് ഫ്രെയിം ചെയ്യൽ. ലൈവായിട്ട് നമുക്ക് അപ്പം തന്നെ ഫോട്ടോസ് അവിടെ എടുത്ത് ഫ്രെയിം ചെയ്ത് തരും. പിന്നെ ഇങ്ങനെ നമ്മുടെ നാളുകൾക്കനുസരിച്ചുള്ള മരങ്ങളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല രസമായിട്ടോ. ഇതൊരു സമയം അപ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അധികം ചൂടുണ്ടായിരുന്നില്ല. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഫേസൊക്കെ കുറച്ച് ടാനൊക്കെ ഉണ്ടായിരുന്നു വെയിലൊക്കെ കണ്ടിട്ട്. ചൂട് കുറവാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. മരങ്ങൾക്കൊക്കെ നല്ല തണവായിരുന്നു. അപ്പോൾ നമ്മളത് ആ ഫാമിലിയായിട്ട് എല്ലാവരും ഇരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാലിങ്ങനെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഈ തട്ട് പോലെയാണ് മരങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞല്ലേ നിൽക്കുന്നത്. ഇതിങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദേവദൂതൻ മൂവി, അതിൽ മോഹൻലാലിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ മുരളിയായിട്ട്, അതിങ്ങനത്തെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ കുറേ പടങ്ങളിലുണ്ട് ഇങ്ങനത്തെ ഏരിയ. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പക്ഷെ ഇതിപ്പോൾ ഭയങ്കര റഷാണ് ഈ സമയത്ത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരിക്കുക, വിശ്രമിക്കുക, ഫോട്ടോസും വീഡിയോസ് എടുക്കുക. അങ്ങനെ ആൾക്കാർ അധികം ഇല്ലാത്ത സ്പോട്ട് കുറവ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെന്താ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടി നടക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് മൊട്ടക്കുന്ന് കാണാനാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ ഒരാൾക്ക് 25 രൂപ അതായിരുന്നു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ അവിടെയും ബാത്റൂമും ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി നമ്മളത് ആ കുന്നിൻ്റെ മേലെ പോയി. അപ്പോൾ അമ്മ ഓടി വരുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ചേട്ടൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അവിടേക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുരിശുമല എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിലേക്ക് പോയതാണ്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ജസ്റ്റ് ഇങ്ങനെ അധികം ആൾ താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ കണ്ടു. 1-2 വീടുകൾ മാത്രമുണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടതാണ്. ആകാശം ഇങ്ങനെ നല്ല ചോന്ന് തൊടുത്തൊരു 5:30-6 മണി ഏകദേശം ആ സമയം ആയിട്ടുണ്ടാവും. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം. ഒരു സൈഡ് ഫുൾ അങ്ങനെ മലയും, ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒരു കുണ്ട് പോലെ ചെറിയൊരു കൊക്ക പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എൻ്റെ ഫോണിൽ എടുത്താലോ കേട്ടോ. ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ചത്തു, ബാറ്ററിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് ചേട്ടൻ്റെ ഫോണിൽ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നടന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തണവ് വന്നു തുടങ്ങി. എന്നാൽ നല്ല തണവും അങ്ങനെയൊന്നുമില്ല. കോടയൊക്കെ ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ എന്ന് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ പോകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് കോട കാണാൻ പറ്റി. പക്ഷേ ഈവനിങ്ങിൽ കോട ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും കോടയൊന്നും ശരിക്കും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരോരുത്തർ മലയുടെ സൈഡിലും ഒക്കെ പൊത്തിപ്പിടിച്ച് കയറിയിരിക്കാൻ, അവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. നല്ല സൈലൻ്റ് ആയിരുന്നു. നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളത് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കുള്ള അംഗങ്ങളാണ് ഈ കാണുന്ന ബസ്സിൽ ഭയങ്കര അടിപൊളിയായി ഡാൻസൊക്കെ കളിച്ച്. ആ കാര്യത്തിൽ നമ്മുടെ ഫാമിലി അടിപൊളിയാണ് കേട്ടോ. പ്രായഭേദമന്യേ എന്ന് പറയുന്ന പോലെ എല്ലാവരും പൊള്ളി വൈബാണ്. ഒരേപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കുട്ടികളാണെങ്കിലും ഏജ് ആണെങ്കിലും വയ്യാത്ത ആൾക്കാരൊക്കെ തന്നെയാണ്. അമ്മാമാവൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു സമയത്ത് ഒരു രസമില്ല, എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ഡ്രോൺ വീഡിയോ. അപ്പോൾ അതും കൂടി